ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ബബ്ബബ്ബ ബബ്ബബ്ബ ടീം റിലീസ് ഡേറ്റ് അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ക്ലിപ്പ് വെളിവിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റിയാക്ഷനാണ്. പിന്നെ ബബ്ബബ്ബയെ പറ്റിയും പിന്നെ ദിലീപിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ പറ്റിയും കൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ബബ്ബബ്ബ ടീം ഒരു ടീസർ വെളിവിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അഭിപ്രായം ഞാൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ രണ്ടാമത്തെ ടീസർ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ടീസർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീസർ തന്നെ. പക്ഷേ പിന്നെ ദിലീപിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം പുള്ളി ഡൗണാണ്, ഏറ്റവും ഡൗൺ എന്ന് വേണമെങ്കിൽ പറയാം. അതിന് കാരണമുണ്ട്, അത് ഞാൻ പറയാം, വഴിയെ ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ ടീം, ബബ്ബബ്ബയുടെ ടീം കൂടുതലും ഈ ദിലീപിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പടത്തിന് ഹൈപ്പ് ഇല്ലാതിരുന്നൊരു പടമാണ് ബബ്ബബ്ബയുടെ ഹൈപ്പ്. ഇപ്പം പുള്ളി എങ്ങനെയെങ്കിലും ആൾക്കാരെ തിയേറ്ററിൽ എത്തിക്കാൻ വേണ്ടി അടവുകൾ പരമാവധി ഈ ബബ്ബബ്ബ ടീം ഇറക്കുന്നുണ്ട്. ആദ്യമേ അവർ ഇറക്കിയ ഒരു ബൂസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ വിജയുടെ ഒരു റെഫറൻസ് ആണ്. അതായത് ഗില്ലി ടീമിൽ, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗില്ലി ടീമിൽ ജിപ്സിയും അതിൻ്റെ ഒരു റെഫറൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഒരു വോയിസ് ഓവറിൽ കൂടെയാണ് ഈ ഒരു ടീസർ അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് വെളിവിട്ടേക്കുന്നത്. അപ്പം ലാലേട്ടൻ്റെ പടം ഇറങ്ങുമെന്ന് പറയുമ്പം ആരായാലും പോയെന്ന് കാണും. ഇപ്പം സംഭവം ഇതൊന്നുമല്ല, ഞാൻ പറയാം. പിന്നെ വിജയുടെ കുറേ ഹാർഡ് ഫാൻസ് കേരളത്തിലുണ്ട്. ഔട്ട്സൈഡ് തമിഴ്നാട്ടിലും സൗത്ത് ഇന്ത്യ മുഴുവനും വിജയുടെ, എന്നുവെച്ചാൽ വിജയ് കാണിക്കണമെന്നില്ല, വിജയുടെ എന്തെങ്കിലും പേര് പറഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ഫോട്ടോ കാണിച്ചുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആൾക്കാർ ഏറി കാണുന്ന ഒരു അന്ധ ഫാൻസാണ് വിജയ്ക്കുള്ളത്. അപ്പം ഇതിനകത്ത് വിജയുടെ ഒരു മെയിൻ കുറച്ചൊരു റെഫറൻസ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കോ റൈറ്ററായ നൂറിൻ ഷെരീഫ് ആക്ട്രസ് വിജയുടെ ഒരു ഫാനാണെന്ന് തന്നെ നേരത്തെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിജയുടെ കൂടെ ആക്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അവരുടെ നിർബന്ധപ്രകാരമായിരിക്കും ഇതിനകത്ത് വിജയുടെ റെഫറൻസ് കുത്തി നിറച്ചിട്ടേക്കുന്നത്. പിന്നെ കേരളത്തിലെ കുറച്ച് ആൾക്കാരെയും തിയേറ്ററിൽ എത്തിക്കണം. പിന്നെ ലാലേട്ടൻ്റെ പടം കൂടെ ആകുമ്പോൾ ആരായാലും പോയെന്ന് കാണും. അപ്പോൾ ഇതൊക്കെയാണ് ബബ്ബബ്ബ ടീം ചെയ്യുന്ന പ്രൊമോഷൻസ്. പിന്നെ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കലാഭവൻ മണിയുടെ സോങ്ങായ സോന സോന ബെൻ ജോൺസണിനകത്ത് ആ സോങ് ഇതിനകത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്നും ഒരു റൂമർ വരുന്നുണ്ട്. അപ്പം കലാഭവൻ മണി ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. കലാഭവൻ മണിയുടെ നാടൻ പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പോൾ കൊച്ചു പിള്ളേർക്കൊന്നും അറിയത്തില്ലെങ്കിൽ ഏറെക്കുറെ നാടൻ പാട്ട് ഇഷ്ടമുള്ള കുറേ പേരുണ്ടായിരുന്നു കലാഭവൻ മണിയുടെ. അവരെന്തുമായാലും പോയെന്ന് കാണും. അപ്പം ഇത്രയും പേരെയും ഓഡിയൻസ് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ദിലീപിൻ്റെ കാര്യം. ഇപ്പം ഇങ്ങനെയൊക്കെ പ്രൊമോഷൻ കൊടുത്താൽ ഇപ്പോൾ ആർക്കായാലും തിയേറ്ററിൽ ആളെ കയറ്റാം. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ എന്നെ വിശ്വസിച്ച് ഒരു പ്രൊഡ്യൂസർ വന്നിട്ട് ഇതുപോലെ തിയേറ്ററിൽ ആളെ കയറ്റാൻ കുറേ പ്രൊമോഷൻ കൊടുത്താൽ അവർ എന്തുമായാലും പോയി തിയേറ്ററിൽ കാണും. എന്നിട്ട് ഇപ്പം ക്രെഡിറ്റ് മൊത്തം ദിലീപിൻ്റെ പടത്തിന് ക്രെഡിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ പുറകെ കളിച്ചേക്കുന്നത് മൊത്തം തിയേറ്ററിൽ ആളെ എത്തിക്കുന്നത് മൊത്തം വേറെ ഫാൻസുകാരുടെയാണ്. അപ്പോൾ നോക്കിയാൽ മതി, വിജയ്, ലാലേട്ടൻ, ഇപ്പം കലാഭവൻ മണിയുടെ ഇതെന്ന് പറഞ്ഞാൽ നാടൻ പാട്ടിന് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്. ദിലീപിൻ്റെ മെയിൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരുടെ പഴയ കോമഡി സിനിമകൾ എടുത്ത് നോക്കിയാൽ മതി, കൈനിട്ട് കുറേ കോമഡി കാണിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റ് ഇല്ലാത്തതെന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാം, കൈനിട്ട് കാണിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അത് തന്നെ ഈ ഒരു കിളവനായിട്ട് ഇരിക്കുമ്പം തന്നെ കാണിച്ചു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ മോണ്ട കൊണ്ട് കോപ്രായം കാണിക്കുമെന്നേ തോന്നത്തുള്ളൂ. അതായത് സ്ക്രിപ്റ്റിലില്ലാത്തത് കൈനിട്ട് കാണിച്ച് കുളവാക്കുന്നത്. അതൊക്കെ വിടേണ്ട കുറേ സമയമായി. ഇപ്പം പുള്ളിക്കാരൻ്റെ അടുത്ത പ്രിൻസ് ആൻഡ് ഫാമിലി ആയാലും അതിനകത്ത് കൈനിട്ട് കുറേ കോമഡി പുള്ളിക്കാരൻ കാണിക്കുന്നുണ്ട്. അത് എന്തോ വൃത്തികേടാണെന്നറിയോ. അതേപോലത്തെയൊക്കെ ഇതിനകത്തും എനിക്ക് ടീച്ചർ കണ്ടപ്പോഴും എനിക്ക് തോന്നി ബബ്ബബ്ബയ്ക്കകത്തും പുള്ളി കൈനിട്ട് കാറ്റുന്നുണ്ട് കുറേ പരിപാടി. അത് നിർത്താതെ ഈ ഒരു പ്രായത്തിൽ, ഈ ഒരു കിളവനായില്ലേ, ഇപ്പം 56-57 വയസ്സായിട്ടുണ്ട്, ആ ഒരു പ്രായത്തിൽ നിന്നുകൊണ്ട് കളിക്കുക. അല്ലാതെ ചെറുപ്പം കളിക്കാൻ നിന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ടീച്ചർ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇതിനകത്ത് കുറച്ച് ആക്ഷന് പ്രാധാന്യം കൊടുത്ത് ഇറക്കിയ ഒരു പടമായിട്ടാണ് തോന്നിയത്. ഇപ്പം ഞാൻ ദിലീപിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കില്ല, ആക്ഷൻ ചെയ്യാന്ന് പറഞ്ഞ ഒരു സ്കില്ല. അതിപ്പം ദിലീപിന് ഉണ്ടോയെന്ന് വെച്ചാൽ ദിലീപിന് ഇല്ല. അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പം മലയാളത്തിൽ ലാലേട്ടൻ ചെയ്യുന്ന പോലത്തെ ഒരു ആക്ഷൻ, അപ്പോൾ അതേപോലെ മലയാളത്തിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഷൈനികം അത്യാവശ്യം നല്ല രീതിയിൽ പുള്ളിക്കാരൻ എല്ലാ റോളും എല്ലാം ചെയ്യുന്നുണ്ട് ഷൈൻ. തമിഴിലെ വിജയുടെയൊക്കെ കൂട്ട്. പക്ഷേ അത് വേണ്ടവരുടെ കയ്യിൽ കിട്ടിയാലേ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അതേപോലെ റോൾ ഇപ്പം ചെയ്യാന്ന് പറഞ്ഞാൽ ദിലീപിനെ കൊണ്ട് പറ്റത്തില്ല, പ്രായത്തിൽ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പം പുള്ളിക്കാരൻ ഇതിനു മുമ്പ് പുള്ളിക്കാരൻ്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പബി കെയർ ടേക്കർ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളിക്കൊന്ന് ഓടാൻ പോലെയുള്ള ഫിസിക്കില്ല. അത് കാണുമ്പോൾ അറിയാം ഒപ്പിച്ച് വെച്ചേക്കുക. ഒരു ഗേറ്റിൻ്റെ മണ്ടേ ചവിട്ടി കയറി പൊങ്ങി നിൽക്കാനുള്ള ഒരു ഇതുപോലെ പബി കെയർ ടേക്കർ സിനിമ കണ്ടറിയാം. പുള്ളി ഒരു ഗേറ്റ് ചവിട്ടി മേളിലോട്ട് കയറുന്നൊരു സീനുണ്ട്. അത് തന്നെ ഡൂപ്പിനെ വെച്ചാണ് ഒപ്പിച്ചെടുത്തേക്കുന്നത്.
അപ്പം അയാളെയൊക്കെ വെച്ച് ആക്ഷൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഒപ്പിച്ചെടുക്കാൻ പറ്റും. അല്ലാതെ ആ ഒരു സാഗൊന്നും പ്രായത്തിൽ പുള്ളി ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ഷോട്ട് കാണിക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ടീസറിനകത്ത്. അതൊക്കെ നമുക്ക് ഒപ്പിച്ചെടുക്കാം. കാണുമ്പോൾ നമുക്കറിയാമല്ലോ. പിന്നെ ആ സ്വാഗുള്ളത് ഇപ്പം പൊടി പറപ്പിച്ച് ഇപ്പം പുള്ളിക്കാരൻ ആക്ഷൻ ചെയ്ത പടങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മതി. കൊച്ചി രാജാവിനകത്ത് ആക്ഷൻ ചെയ്തിട്ടുണ്ട്. കൊച്ചി രാജാവിനകത്ത് ആക്ഷൻ ചെയ്തേക്കുന്നത് പുള്ളിക്കാരൻ്റെ ആ കൊച്ചി രാജാവ് തന്നെ കോപ്പി. അതായത് നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. ഭാഷയുടെ തീം എടുത്താണ് ഈ പുള്ളി ഇതിനകത്ത് എടുത്തു വെച്ചേക്കുന്നത്. രജനികാന്ത് ഏത് ലെവലിൽ ചെയ്തു വെച്ച പടമാണെന്ന് നോക്കണം. അതിനെയാണ് എടുത്ത് കൊച്ചി രാജാവിനകത്ത് കയറ്റിയേക്കുന്നത്. കൊച്ചി രാജാവ് അത് ആക്ഷനല്ല, കോമഡി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ റൊമാൻറ്റിക് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ദിലീപ് കാണിക്കുന്ന അതിലെ എന്തോ ഈ കൊഞ്ചിക്കുഴയുന്ന കുറച്ച് പേരുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്, അതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഒരു പരിപാടി ഇഷ്ടപ്പെട്ടില്ല. കോമഡി അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ ആക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലാതെ ഇല്ല കുനിഞ്ഞ് നൂന്ന് ദിലീപിന് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ കിടന്ന് ഇടി കൂടുന്നതിൻ്റെ വിട്ടൊന്നുമല്ല. ഇപ്പോഴത്തെ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ. ഇപ്പം വിജയ് ചെയ്യുന്നതിൻ്റെ വിട്ടോ, അല്ലെങ്കിൽ ലാലേട്ടൻ തുടരും അതിനകത്ത് മുരുകാന്നും പറഞ്ഞുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിലെ ഫൈറ്റ് ഉണ്ടല്ലോ, അതേപോലെ ഒന്നും ചെയ്യാൻ ദിലീപ് വന്നിട്ടില്ല. ആ ഒരു സ്വാഗ് വന്നിട്ടില്ല. അപ്പോൾ അവിടെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ലാലേട്ടനെയൊക്കെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ക്രെഡിറ്റ് മൊത്തം ദിലീപിന് കിട്ടുന്ന രീതിയിലാണ് ഇപ്പം കൊണ്ടുവരുന്നത്. പിന്നെ ഇത് മാത്രമല്ല, ലോകയുടെ 120 കോടി എന്നുള്ള കേരളത്തിലെ 120 കോടി എന്നുള്ള ഇൻഡസ്ട്രി ഹിറ്റ് ഇത് മറികടക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രൊമോഷൻ കൊടുക്കുന്നത്. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പടം ഇവിടെ റിലീസാക്കിയിട്ടില്ല. ഇത് ഇപ്പം തുടങ്ങിയ നരസിംഹം തൊട്ട് ഇൻഡസ്ട്രി ഹിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം വന്ന തുടരും വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, തുടരും ലോക തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും ഇൻഡസ്ട്രി ഹിറ്റ് അടിക്കുമെന്ന് കൊട്ടിഘോഷിച്ച് വന്ന പടങ്ങളൊന്നുമല്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് പോയി കണ്ട പടങ്ങളാണ്. അപ്പം ഇത് ഇങ്ങനെ കിടന്ന് പ്രൊമോഷൻ കൊടുക്കുക ഇത് ഇച്ചിരി കൂടുതലല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനി ലോകയുടെ ഇത് പൊട്ടിക്കണമെങ്കിൽ ഇനി അടുത്തത് ഒരാളെ കൊണ്ടേ പറ്റത്തുള്ളൂ. അത് അടുത്ത ലാലേട്ടൻ്റെ നല്ലൊരു പടം വന്നല്ലേ അത് അടിക്കത്തുള്ളൂ. അല്ലാതെ ഇതേപോലത്തെ ഊച്ചാളി പടങ്ങളൊന്നും വന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഇത് പ്രൊമോഷൻ ചെയ്യുന്നത് ആരൊക്കെ വെച്ച് ഇതിനകത്ത് ധ്യാനുണ്ട്, വിനി ശ്രീനിവാസുണ്ട്. ഇവർക്ക് ധ്യാനെയൊക്കെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. ഇപ്പം എനിക്കും ധ്യാനെ കുറച്ചൊക്കെ ഇഷ്ടമാണ്. അപ്പം അവരുടെ പടം കാണാൻ കുറേ വരുന്ന ഓഡിയൻസ് ഉണ്ട്. പക്ഷേ ഇത് ഹൈപ്പ് മൊത്തം ഇപ്പം ദിലീപിൻ്റെ പടം കാണാൻ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈപ്പ് വരുന്നത്. അത് ശരിയല്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ പടം നല്ലതാവട്ടെ. പടം എന്തായാലും ഞാനും കാണാൻ പോകും ഫസ്റ്റ് ഡേ. പക്ഷേ അത് ഇതുപോലെ കൊട്ടിഘോഷിച്ച് ലോകയെ മറികടക്കാൻ വരുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇച്ചിരി കൂടുതലാണ്. അത് ആ ഒരു ആഗ്രഹമൊക്കെ ഇങ്ങ് എടുത്ത് മാറ്റിയിട്ട് നല്ലൊരു പടം കാണിക്കാനുള്ള ഒരു തീരുമാനം നോക്ക്. അപ്പോൾ അതാണ് എനിക്ക് ടോട്ടലി പറയാനുള്ളത്. ഈ ഒരു ടീസർ കുഴപ്പമില്ല, പക്ഷേ അത് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത് തോന്നുന്നു. നമുക്ക് ആ ഒരു മാസമൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഈ തിയേറ്ററിൽ കാണുമ്പോൾ എന്തോന്ന് അറിയത്തില്ല. ഞാൻ എന്തായാലും തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ റിവ്യൂ എന്തായാലും വിടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.